ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് നല്ല രീതിയിലൊരു ഫുഡ് പോയ്സണൊക്കെ കിട്ടി. അപ്പോൾ എനിക്കും മോനും ഒരുമിച്ച് വന്നു. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് വീഡിയോസ് ലാഗ് വന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമുക്ക് വീഡിയോസ് റെഗുലറായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. മെയ് മാസത്തെ ആദ്യത്തെ പോർഷൻ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇട്ടിരുന്നു. ഇത് രണ്ടാമത്തെ പാർട്ടിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ആദ്യം തന്നെ പറയുന്നത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിനെ പറ്റിയിട്ടാണ്. മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിന് ലഭിച്ചു. അപ്പോൾ കേരളത്തിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചത്, മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്കാണ്. ഇനി മറ്റു പുരസ്കാരങ്ങളും കൂടി നോക്കാം. മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആനന്ദ് ഏകർഷി തന്നെ, സിനിമ ആട്ടം. മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ബിജു മേനോനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഗരുഡൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ബിജു മേനോന് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടൻ ബിജു മേനോൻ മാത്രമല്ല, ആരാണ്? വിജയരാഘവൻ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമ പൂക്കാലം എന്ന സിനിമയുടെ അഭിനയത്തിനാണ് മികച്ച നടനായി വിജയരാഘവനെ തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ മറ്റ് പുരസ്കാരങ്ങൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഒന്ന് സംവിധായകൻ ആനന്ദ് ഏകർഷി തന്നെ, സിനിമ ആട്ടം. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടുപേരാണ്, ബിജു മേനോനും വിജയരാഘവനും. ശേഷം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശിവദ. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശിവദയാണ്. അവരുടെ സിനിമ ഏതാണ്? ജവാനും മുല്ലപ്പൂവും. ആ സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിയായിട്ട് ശിവദയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി വേറൊരാളും കൂടിയുണ്ട്, സെറിൻ ഷിഹാബ്. ആരാണ്? സെറിൻ ഷിഹാബ്. അവരുടെ സിനിമ ഏതായിരുന്നു? ആട്ടം. അപ്പോൾ മികച്ച നടനായിട്ടും രണ്ടുപേര് ഷെയർ ചെയ്തിരുന്നു, മികച്ച നടിയായിട്ടും അവാർഡ് രണ്ടുപേര് ഷെയർ ചെയ്തിരുന്നു. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബിജു മേനോനാണ്, കൂടെ വിജയരാഘവനും കൂടിയുണ്ട്. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശിവദയും പിന്നെ സെറിൻ ഷിഹാബുമാണ്. ഓക്കെ, ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീനിവാസനാണ്. മറക്കല്ലേ, സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീനിവാസനാണ്. മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നസീഫ് മുത്താലിയാണ്. ആരാണ്? നസീഫ് മുത്താലി. അദ്ദേഹത്തിന്റെ സിനിമ ചാമ എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച ബാലതാരമായിട്ട് നസീഫ് മുത്താലിയെ തിരഞ്ഞെടുക്കാൻ കാരണം. അതുമാത്രമല്ല, ആവണി ഔസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാലതാരം കൂടിയുണ്ട്. അവർ അഭിനയിച്ചിട്ടുള്ള സിനിമ കുറിഞ്ഞി എന്ന സിനിമയാണ്. എന്താണ്? കുറിഞ്ഞി എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് ആവണി ഔസ് അവരെ ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം മികച്ച നടനായാലും നടിയാണെങ്കിലും മികച്ച ബാലതാരമാണെങ്കിലും സമ്മാനം ഷെയർ ചെയ്തു പോയിട്ടുണ്ട്. മികച്ച ഗാനരചയിതാവായിട്ട് ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് കെ ജയകുമാറിനാണ്. മാറിപ്പോവലെ, കെ ജയകുമാറിനാണ് മികച്ച ഗാനരചയിതാവിന്റെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്, കെ ജയകുമാർ. ഇനി സംഗീത സംവിധാനത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അജയ് ജോസഫിനാണ്. സംഗീത സംവിധാനം അജയ് ജോസഫാണ്. പിന്നണി ഗായകനാരാണ്? മധു ബാലകൃഷ്ണനാണ്. മികച്ച പിന്നണി ഗായകനായിട്ട് അവാർഡ് ലഭിച്ചിട്ടുള്ളത് മധു ബാലകൃഷ്ണനാണ്. മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മൃദുല വാര്യറാണ്. ഓക്കെ, അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു. എന്താണ്? 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. പ്രത്യേകിച്ച് സ്പോർട്സ് ഏരിയ ആയതുകൊണ്ട് പരിചയമില്ലാത്ത ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതുപോലെ ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് ആര്? സഞ്ജു സാംസൺ. അപ്പോൾ മുന്നേ രണ്ടുപേരുണ്ടെന്ന് ഉറപ്പല്ലേ? അപ്പോൾ ആരൊക്കെയാണ് ആ രണ്ടുപേര്? ഒന്ന് സുനിൽ വത്സനാണ്. 1983 ഏകദിന ലോകകപ്പിലാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത്. ഇടം നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി എസ് ശ്രീശാന്താണ് രണ്ടാമത്. അദ്ദേഹം 2 മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2007 2020 ലോകകപ്പിനും 2011 ഏകദിന ലോകകപ്പിനും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പേരാരൊക്കെയാണ്? സഞ്ജു സാംസണും, ആദ്യമായിട്ട് വന്നത് സുനിൽ വത്സനാണ്, രണ്ടാമത് എസ് ശ്രീശാന്താണ്. ഓക്കെ, എന്താണ്? 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു. അടുത്തൊരു ചോദ്യം നോക്കാം. SAT ഹോസ്പിറ്റലിന് ദേശീയ ഗുണനിലവാര അംഗീകാരമായിട്ടുള്ള ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. എന്താണ്? SAT ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായിട്ടുള്ള ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ഗാസയിലെ യുദ്ധത്തിന്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്ക് പുലിറ്റ്സർ പുരസ്കാരം. ഏതൊക്കെയാണ് മാധ്യമങ്ങൾ? ന്യൂയോർക്ക് ടൈംസിനും റോയിട്ടേഴ്സ് എന്നീ മാധ്യമങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഗാസയിലെ യുദ്ധത്തിന്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്ക് പുലിറ്റ്സർ പുരസ്കാരം.
പുരസ്കാരം ഏതൊക്കെയാണ് മാധ്യമങ്ങൾ നോക്കാം. ന്യൂയോർക്ക് ടൈംസും റോയിട്ടേഴ്സ് എന്നീ മാധ്യമങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെ യുനെസ്കോ തിരഞ്ഞെടുക്കും. ആരാണ് തിരഞ്ഞെടുത്തത്? യുനെസ്കോയാണ് തിരഞ്ഞെടുത്തത്. 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ടാണ് തിരഞ്ഞെടുത്തത്. പ്രദേശം ഏതാണ്? ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരമാണ് തിരഞ്ഞെടുത്തത് ആരാണ്? യുനെസ്കോയാണ് തിരഞ്ഞെടുത്തത്. അടുത്തൊരു കറണ്ട് അഫയർ നോക്കാം. എസ്.കെ. പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ്.കെ. പൊറ്റക്കാട് സ്മാരക പുരസ്കാരം കെ.പി. രാമനുണ്ണിക്ക് ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് അർഹമായത്. എസ്.കെ. പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ്.കെ. പൊറ്റക്കാട് സ്മാരക പുരസ്കാരം കെ.പി. രാമനുണ്ണിക്ക് ലഭിച്ചു. ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് അർഹമായത്. ഒന്നുകൂടി പറയാം. എസ്.കെ. പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ്.കെ. പൊറ്റക്കാട് സ്മാരക പുരസ്കാരം കെ.പി. രാമനുണ്ണിക്ക് ഏത് കൃതിക്കാ? ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് അർഹമായത്. വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി ആർ രാമചന്ദ്രൻ നായർക്ക് ലഭിച്ചു. എന്താണ്? വിഷ്ണു നായർ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി ആർ രാമചന്ദ്രൻ നായർക്ക് ലഭിച്ചു. ജൂലൈയിൽ തുർക്കിയിൽ നടക്കുന്ന ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ മലയാളിയായ MS സാന്ദ്ര ഇടം നേടി. ഒന്ന് നോക്കി വെച്ചേക്കുക. ജൂലൈയിൽ തുർക്കിയിലാണ് നടക്കുന്ന ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ മലയാളിയായിട്ടുള്ള MS സാന്ദ്ര ഇടം നേടി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് ഏതാണ് വന്നത്? പാലക്കാടാണ്. നമുക്കറിയാലോ, അവിടുത്തെ ചൂടും കാര്യങ്ങളും നമുക്കറിയാലോ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? പാലക്കാടാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്ക് ലഭിച്ചു. ഫൈനലിൽ മോഹൻ ബഗാനെയാണ് കീഴടക്കിയത്. എന്താണ്? ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്കാണ് ലഭിച്ചത്. ഫൈനലിൽ ആരെയാണ് അവർ തോൽപ്പിച്ചത്? മോഹൻ ബഗാനെയാണ് തോൽപ്പിച്ചത്. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. എന്താ? ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനമാണ് ലഭിച്ചത്. അടുത്തത് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 8ാമത്തെ പുരസ്കാരമാണ് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. എന്ത് പുരസ്കാരം? സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്തു വെക്കണം കേട്ടോ. അടുത്തത് ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തിയതാരാണ്? കാമി റിത ഷെർപ്പ. നോക്കി വയ്ക്കുക. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി കാമി റിത ഷെർപ്പ. 29ാം തവണയാണ് അദ്ദേഹം എവറസ്റ്റിനെ കീഴടക്കിയത്. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്ക സന്തുറെ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെയാണ് ആ തുറമുഖം നവീകരിക്കുന്നത്. ശ്രീലങ്കയിലെ തുറമുഖമാണ്. പേര് കാങ്ക സന്തുറെ തുറമുഖം. 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാവും. 2025 മത്സരം നടക്കുക. ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പാണ് നടക്കാൻ പോകുന്നത്. അസമിലെ ഗുവാഹത്തിയിലാണ് മത്സരങ്ങൾ നടക്കുക. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് FWD-200B. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആളില്ല ബോംബർ വിമാനമാണെന്ത്? FWD-200B. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി P. വിജയൻ IPS നിയമിതനായിട്ടുണ്ട്. അടുത്തതൊരു വിയോഗമാണ്. 4 പതിറ്റാണ്ടിലേറെയായി സിനിമ സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന നടി കനകലത അന്തരിച്ചു. ഒരു പ്രധാന വിയോഗമാണ്, നോക്കി വയ്ക്കുക. അതുപോലെ വീണ്ടും വിയോഗമാണ്. പ്രശസ്ത സിനിമാ സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സുകൃതമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചിത്രം. അപ്പോൾ സുകൃതം എന്ന സിനിമയുടെ സംവിധായകനാണ് ആര്? ഹരികുമാർ. അദ്ദേഹം ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായിരുന്ന സംഗീത് ശിവൻ അന്തരിച്ചു. 1992 പുറത്തിറങ്ങിയ യോധയാണ് ശ്രദ്ധേയമായ ചിത്രം. അപ്പം യോധ ചലച്ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകനാണ് ആര്? സംഗീത് ശിവൻ. അദ്ദേഹം ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് കാട്ടുകാരൻ അന്തരിച്ചു. മുൻകാല മലയാള സിനിമാ ഗാനരചയിതാവ് GK പള്ളത്ത്, ശരിക്കും പേര് P. ഗോവിന്ദൻകുട്ടി, അന്തരിക്കുകയുണ്ടായി.
മേള ആചാര്യൻ അരവിന്ദാക്ഷൻ അന്തരിച്ചു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദി റിംഗ്സ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. അതുപോലെ ആദ്യകാല നടി ബേബി ഗിരിജ എന്നിവരും അന്തരിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഈ ഒരു മാസത്തെ വിയോഗങ്ങൾ പറഞ്ഞതാണ്. വിയോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കറണ്ട് അഫെയർ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്